ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം തന്നെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് അവരെ വീട്ടിൽ പോയിട്ടുള്ളത്. ഞാനിവിടെ 3 സ്പോഞ്ച് കേക്ക്, വാനിലൻ്റെ സ്പോഞ്ച് ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ ഒരു പാനിലാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. അതിന് 3 കോഴിമുട്ട വെച്ചിട്ട് 250 ml മൈദയും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. വാനിലേൻ്റെ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ വീഡിയോ ഉണ്ടാവും, നിങ്ങളൊന്ന് പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇത് ബീറ്റ് ചെയ്യണമെന്നും എടുത്തിട്ടില്ല കേട്ടോ. ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കറിൽ വെച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് കുക്കർ നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ വിസിലെടുത്തിട്ട് ഒരു 20-25 മിനിറ്റോളം ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 3 സ്പഞ്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് 2 ലെയറായിട്ട് കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പോളം പാലെടുത്തിട്ട് അതിൽ ഞാൻ 1/2 കപ്പോളം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയതാണിത്. സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് ലെയറിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ ചോക്ലേറ്റ് ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഇതിൽ കണ്ടൻസ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. എല്ലാ ലെയറിലും ഇതുപോലെ ചെയ്ത് കേക്ക് സെറ്റാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇനി വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ മധുരപലഹാരങ്ങളൊക്കെ പെണ്ണിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അവിടെ നല്ല പണിയിലാണ്. അവിടെ വൈകുന്നേരത്തിന് വേണ്ടി നെയ്ച്ചോറിനുള്ള അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചിക്കൻ കുറുമ പുറത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പകുതി ആയിട്ടുണ്ട് ചിക്കൻ കുറുമ. താത്ത നമുക്ക് ചിക്കൻ കുറുമയൊക്കെ ഇങ്ങനെ പുറത്ത് വീഡിയോ എടുക്കാനായിട്ട് കാണിച്ചു തരുകയാണ് കേട്ടോ. അരി കഴുകണു, താത്ത അരി കഴുകുന്നുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഏട്ടത്തിൻ്റെ മോള്. അവൾക്ക് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. പുറത്ത് അവളെ കൂട്ടുകാരത്തികൾ എല്ലാതും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് ഫോട്ടോ എടുക്കലൊക്കെയാണ് കേട്ടോ. Hershey's cookies and cream. Once crunchy. ഗായ്സ്, അന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു രാത്രി 11 മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കേക്ക് നല്ലപോലെ സെറ്റായ ശേഷം ഇതിന് മേലെ ഷുഗർ ബോളൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തിട്ട് ഫ്ലവർ ഒക്കെ ഒന്ന് വെച്ച് ഡെക്കറേഷൻ ചെയ്യണം കേട്ടോ. ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മണ്ഡപത്തേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിക്കാഹ് തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിക്കാഹ് തുടങ്ങി പകുതി ആയപ്പോഴാണ് കേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കേക്ക് കട്ട് ചെയ്യണമെന്നും വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ.
വൈകുന്നേരം തന്നെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. തിരിച്ച് പോരുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.